ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവറ്റഡ് ജോയിൻസിനെ കുറിച്ചിട്ടാണ്. റിവറ്റഡ് ജോയിൻസ് എന്താ എന്നുള്ളതും റിവറ്റഡ് ജോയിൻസിൻ്റെ ഫങ്ഷൻസ്, റിവറ്റഡ് ജോയിൻസിൻ്റെ ടൈപ്സ്, അതേമാതിരി ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ അത് യൂസ് ചെയ്യും, പിന്നെ അതിൻ്റെ ഡിസൈന്, ഡ്രോയിങ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ a rivet is a short cylindrical bar with a head integral to it. The cylindrical portion of the rivet is called shank or body. അതായത് ഒരു റിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സിലിണ്ടറിക്കൽ ബാറാണ്. ആ ഷോർട്ട് സിലിണ്ടറിക്കൽ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിലിണ്ടറിക്കൽ പോർഷനെ നമ്മൾ ഷാങ്ക് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബോഡി എന്ന് വിളിക്കും. പിന്നെ അതിൻ്റെ ലോവസ്റ്റ് പോർഷനെ നമ്മൾ ടെയിൽ എന്ന് വിളിക്കും. അതേമാതിരി ടോപ്പ് പോർഷനെ നമ്മൾ ഹെഡ് എന്ന് വിളിക്കും. പിന്നെ റിവറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നതുള്ളത്, അതായത് ദി റിവറ്റ്സ് ആർ യൂസ്ഡ് ടു മേക്ക് പെർമനൻറ്റ് ഫാസ്റ്റനിങ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് സച്ച് ആസ് ഇൻ സ്ട്രക്ചറൽ വർക്ക്, ഷിപ്പ് ബിൽഡിങ്, ബ്രിഡ്ജസ്, ടാങ്ക്സ് ആൻഡ് അതർ ബോയിലർ ഷെൽസ്. അതായത് റിവറ്റഡ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് ആയിട്ട്, അതായത് ഫിക്സഡ് ആയിട്ടുള്ളൊരു ജോയിനിങ് മെത്തേഡാണ്. പെർമനൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രക്ചറൽ വർക്കുകൾ, ഷിപ്പ് ബിൽഡിങ്ങുകൾ, പിന്നെ ബ്രിഡ്ജസ്, ടാങ്ക്സ് ആൻഡ് ബോയിലർ ഷെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് റിവറ്റഡ് ജോയിൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒരു പെർമനൻറ്റ് ഫാസ്റ്റനിങ് മെത്തേഡാണ്. പിന്നെ റിവറ്റഡ് ജോയിൻസ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ ജോയിനിങ് ലൈറ്റ് മെറ്റൽസ്. അതായത് റിവറ്റഡ് ജോയിൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ലൈറ്റ് മെറ്റൽ, ഹെവി മെറ്റൽ അധികം ഉപയോഗിക്കില്ല. ലൈറ്റ് മെറ്റൽസ് ജോയിൻ ചെയ്യാനാണ് റിവറ്റഡ് ജോയിൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഫസ്റ്റ് പോർഷൻ ഹെഡ്, പിന്നെ അതിൻ്റെ സിലിണ്ടറിക്കൽ പോർഷനെ ഷാങ്ക് എന്ന് വിളിക്കും, അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോർഷനെ ടെയിൽ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് റിവറ്റഡ് ജോയിൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ലാപ്പ് ജോയിൻറ്റ്. ലാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എ ലാപ്പ് ജോയിൻറ്റ് ഈസ് ദാറ്റ് ഇൻ വിച്ച് വൺ പ്ലേറ്റ് ഓവർലാപ്സ് ദി അതർ ആൻഡ് ദി ടു പ്ലേറ്റ്സ് ആർ ദെൻ റിവറ്റഡ് ടുഗദർ. അതായത് ഒരു പ്ലേറ്റിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചുകൊണ്ട്, ഓവർലാപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് റിവറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ലാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ. ലാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിന് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു പ്ലേറ്റ് വെച്ചിട്ട് പിന്നെ ദെൻ റിവറ്റഡ് ടുഗദർ, രണ്ടും കൂടി ജോയിനിങ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ലാപ്പ് ജോയിൻറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ ബട്ട് ജോയിൻറ്റ്. ബട്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബട്ട് ജോയിൻറ്റ് ഈസ് ദാറ്റ് ഇൻ വിച്ച് ദി മെയിൻ പ്ലേറ്റ്സ് ആർ കെപ്റ്റ് ഇൻ അലൈൻമെൻറ്റ് ബട്ടിങ്, ദാറ്റ് ഈസ് ടച്ചിങ് ഈച്ച് അതർ ആൻഡ് എ കവർ പ്ലേറ്റ് ഈസ് പ്ലേസ്ഡ് എയ്തർ ഓൺ വൺ സൈഡ് ഓർ ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ മെയിൻ പ്ലേറ്റ്സ്. ദി കവർ പ്ലേറ്റ് ഈസ് ദെൻ റിവറ്റഡ് ടുഗദർ വിത്ത് ദി മെയിൻ പ്ലേസ്. അതായത് ബട്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ലാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വയ്ക്കുന്ന മെത്തേഡാണ്. ബട്ട് ജോയിൻറ്റിൽ അതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ബട്ട് ചെയ്തുകൊണ്ട് എന്നല്ല, ആ രീതിയിൽ മെത്തേഡിൽ വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യണ മെത്തേഡാണ് ബട്ട് ജോയിൻറ്റ്. ബട്ട് ജോയിൻറ്റിൽ ഒരു കവർ പ്ലേറ്റ് എന്ത് ചെയ്യും, മെയിൻ പ്ലേറ്റിലെ ഒരു സൈഡിലോ അല്ലെങ്കിൽ ബോത്ത് സൈഡിലോ, വൺ സൈഡ് ഓർ ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ മെയിൻ പ്ലേറ്റ്സ്, രണ്ട് സൈഡിലോ അല്ലെങ്കിൽ ഒരു സൈഡിലോ വെച്ചുകൊണ്ട് ആ കവർ പ്ലേറ്റ് മെയിൻ പ്ലേറ്റിലേക്ക് റിവറ്റ് ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബട്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ജോയിൻറ്റിന് ലാപ്പ് ജോയിൻറ്റിന് ഫിഗേഴ്സാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ലാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫിഗറാണ് ലാപ്പ് ജോയിൻറ്റ്. അതായത് ഒരു പ്ലേറ്റിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യുന്ന മെത്തേഡ്. ഇതാണ് ബട്ട് ജോയിൻറ്റ്. ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ റിവറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ബട്ട് ജോയിൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെ മെത്തേഡിൽ റിവറ്റഡ് ജോയിൻസ്, ഏതൊക്കെ മെത്തേഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാനുള്ള. അങ്ങനെ മെയിനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് കോക്കിംഗ് പ്രോസസ്സും രണ്ടാമത്തെ ഫില്ലറിങ് പ്രോസസ്സും. അതിൽ കോക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an operation to make leak proof joint. The outer edges of the rivet joint is hammered into seam. അതായത് ഒരു കോക്കിംഗ് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീക്ക് പ്രൂഫ് ജോയിൻ്റ് ആണ്. അതിൻ്റെ ഔട്ടർ എഡ്ജ് എന്ത് ചെയ്യും, റിവറ്റ് ചെയ്ത് ഹാമർ ചെയ്യും. ആ ഒരു മെത്തേഡാണ് കോക്കിംഗ് പ്രോസസ്സ്. അതിൽ നേരോ ബ്ലണ്ട് ടൂൾ യൂസ്ഡ് ഫോർ കോക്കിംഗ് നോൺ ആസ് കോക്കിംഗ് ടൂൾ. അതായത് ഈ കോക്കിംഗ്
പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞൊരു നാരോ ബ്ലൻഡ് ടൂളായിരിക്കും. അതിനെ നമ്മൾ കോക്കിംഗ് ടൂൾ എന്നുള്ളതാണ് സാധാരണയായിട്ട് വിളിക്കൽ. നെക്സ്റ്റ്, കോക്കിംഗ് ക്യാരിഡ് ഔട്ട് അറ്റ് ദി എഡ്ജസ് ഓഫ് ബോത്ത് പ്ലേറ്റ്സ് ആൻഡ് റിവറ്റ്. അതായത് കോക്കിംഗ് പ്ലേറ്റിൻ്റെ ബോത്ത് എഡ്ജിലും എന്ത് ചെയ്യും, കോക്കിംഗ് പ്രോസസ്സ് ചെയ്യും. അതേമാതിരി ദി തിക്നെസ് ഓഫ് കോക്കിംഗ് ടൂൾ ഈസ് എബൌട്ട് 5 mm. അതായത് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ കോക്കിംഗ് ടൂളിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 mm ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ദി റിസ്ക് ഓഫ് ഗെറ്റിംഗ് മെയിൻ പ്ലേറ്റ് ഡാമേജ്ഡ് ഈസ് ഹൈ. അത് ഫുള്ളറിങ് പ്രോസസ്സിനെ അപേക്ഷിച്ചിട്ട് കോക്കിംഗ് പ്രോസസ്സിൽ മെയിൻ പ്ലേറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി കൂടുതലാണ്. ദി അച്ചീവ്ഡ് ഈസ് സർഫസ് ഫിനിഷ് ഈസ് നോട്ട് ഗുഡ് ആസ് ഫുള്ളറിങ്. അതായത് ഫുള്ളറിങ്ങിനെ അപേക്ഷിച്ചിട്ട് കോക്കിംഗ് പ്രോസസ്സിൽ സർഫസ് ഫിനിഷ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സാണ് ഫില്ലറിങ് മെത്തേഡ്. ഫില്ലറിങ് മെത്തേഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എ പ്രോസസ് ടു മേക്ക് ലീക്ക് പ്രൂഫ് ജോയിൻറ്റ്. ഇതും ഒരു ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് തന്നെയാണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് തന്നെയാണ് ഫില്ലറിങ് മെത്തേഡ്. ദി ടൂൾ യൂസ്ഡ് നോൺ ആസ് ഫില്ലറിങ് ടൂൾ. മറ്റൊരു കോക്കിംഗ് ടൂൾ ആണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടൂള് ഫില്ലറിങ് ടൂളാണ്. ഫില്ലറിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺലി അറ്റ് എഡ്ജ് ഓഫ് ദ പ്ലേറ്റ്. ഫില്ലറിങ് ക്യാരി ചെയ്യ 2 പ്ലേറ്റ്സിൻ്റെ എഡ്ജുകളിലാണ് എന്ത് ചെയ്യുക, ഫില്ലറിങ് സാധാരണയായിട്ട് ചെയ്യാറ്. ദി തിക്നെസ് ഓഫ് ഫില്ലറിങ് ടൂൾ ഈസ് സെയിം ആസ് ദി തിക്നെസ് ഓഫ് പ്ലേറ്റ്. അതായത് ഫില്ലറിങ് ടൂളിൻ്റെ തിക്നെസ് പറഞ്ഞാൽ പ്ലേറ്റിൻ്റെ തിക്നെസ്സിന് സെയിം ആയിരിക്കും. ദി ചാൻസ് ടു ഗെറ്റ് മെയിൻ പ്ലേറ്റ് ഡാമേജ് ഈസ് ലോ. അത് കോക്കിങ്ങിനെ അപേക്ഷിച്ചിട്ട് ഇതിൽ മെയിൻ പ്ലേറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കോക്കിംഗ് ടൂളിനെ അപേക്ഷിച്ചിട്ട് ഫില്ലറിങ് പ്രോസസ്സാണ് ബെറ്റർ. അതേപോലെ തന്നെ ഫില്ലറിങ്ങിനെ അപേക്ഷിച്ചിട്ട് വെരി ഗുഡ് സർഫസ് ഫിനിഷ് ആയിരിക്കും ഫില്ലറിങ്ങിൽ. ഓക്കെ, നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും കോക്കിംഗ് പ്രോസസ്സും ഫില്ലറിങ് പ്രോസസ്സും കണ്ടില്ലേ. അതായത് കോക്കിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ചെയ്യുന്നൊരു മെത്തേഡാണ് കോക്കിംഗ് പ്രോസസ്സ്. അതേമാതിരി ഫില്ലറിങ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ജോയിനിങ് ചെയ്യുന്ന മെത്തേഡാണ് ഫില്ലറിങ് പ്രോസസ്സ്. ജസ്റ്റ് 2 ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിവറ്റഡ് ജോയിൻസിൽ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസാണ്. അതായത് ഏതൊക്കെ ടേംസുകളാണ് ഈ റിവറ്റഡ് ജോയിൻസിൽ നമ്മൾ കാൽക്കുലേഷനും അതേമാതിരിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേമുകളാണ് ഡിസൈനും ഡ്രോയിങ്ങിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാണ് പിച്ച്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് വൺ റിവറ്റ് ടു ദി സെൻറ്റർ ഓഫ് ദി നെക്സ്റ്റ് റിവറ്റ് മെഷേർഡ് പാരലൽ ടു ദി സീം. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ പി. അതായത് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് റിവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള പാരലൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, അതാണ് എന്ത് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമൺലി പിച്ച് ഡിനോട്ട് ചെയ്യുന്നത് പി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് പിച്ച് ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ് ടേമാണ് ട്രാൻസ്വേഴ്സ് പിച്ച്. ട്രാൻസ്വേഴ്സ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻട്രൽ ലൈൻസ് ഓഫ് ദി സക്സസീവ് റോസ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ പി ടി. അതായത് ട്രാൻസ്വേഴ്സ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവറ്റിൻ്റെ സക്സസീവ് റോസിലുള്ള ലൈൻസിൻ്റെ സെൻട്രൽ ലൈൻസിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് സെൻട്രൽ ലൈനുകൾ തമ്മിലുള്ള 2 റോസിൻ്റെ സെൻട്രൽ ലൈനുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ് ട്രാൻസ്വേഴ്സ് പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് പി ടി എന്നുള്ളൊരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പിച്ച് ഡിനോട്ട് ചെയ്യുന്നത് പി എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടും ട്രാൻസ്വേഴ്സ് പിച്ച് ഡിനോട്ട് ചെയ്യുന്നത് പി ടി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ് ടേമാണ് ഡയഗണൽ പിച്ച്. ഡയഗണൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് ഓഫ് ദി റിവറ്റ്സ് ഇൻ അഡ്ജസൻറ്റ് റോസ് ഓഫ് സിഗ്സാഗ് റിവറ്റഡ് ജോയിൻറ്റ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ പി ഡി. അത് സിഗ്സാഗ് റിവറ്റഡ് ജോയിൻറ്റ്സിൽ അഡ്ജസൻറ്റ് റോസിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനാണ് ഡയഗണൽ പിച്ച് എന്ന് പറയുക. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് ഓഫ് ദി റിവറ്റ്സ് ഇൻ അഡ്ജസൻറ്റ് റോസ് ഓഫ് സിഗ്സാഗ് റിവറ്റഡ് ജോയിൻറ്റ്.
ഡയഗണൽ പിച്ച് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് PD എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ടേമാണ് മാർജിൻ ഓർ മാർജിനൽ പിച്ച്. മാർജിൻ ഓർ മാർജിനൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് റിവറ്റ് ഹോൾ ടു ദി നിയറസ്റ്റ് എഡ്ജ് ഓഫ് ദി പ്ലേറ്റ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ലെറ്റർ M. അതായത് മാർജിൻ അല്ലെങ്കിൽ മാർജിനൽ പിച്ച് എന്ന് പറഞ്ഞാൽ റിവറ്റ് ചെയ്ത ഹോളിൻ്റെ സെൻട്രൽ മുതൽ ആ പ്ലേറ്റിൻ്റെ നിയറസ്റ്റ് എഡ്ജ്, ആ പ്ലേറ്റിൻ്റെ നിയറസ്റ്റ് എഡ്ജും റിവറ്റിൻ്റെ ഹോളിൻ്റെ സെൻറ്റർ അത് മുതലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മാർജിൻ അല്ലെങ്കിൽ മാർജിനൽ പിച്ച് എന്ന് പറയുക. അത് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് M എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ടേംസ് നമ്മൾ കാൽക്കുലേഷനും ഉപയോഗിക്കുമ്പോൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസാണ് ഈ പിച്ച്, ട്രാൻസ്വേഴ്സ് പിച്ച്, ഡയഗണൽ പിച്ച്, മാർജിൻ ഓർ മാർജിനൽ പിച്ച്. നെക്സ്റ്റ് ആ ടേംസിൻ്റെ പ്രൊപ്പോർഷൻസ്, അതായത് പ്രൊപ്പോർഷൻസ് ഓഫ് ഡയമെൻഷൻസ് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ്. ഓരോ റിവറ്റഡ് ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷൻസ് ഉണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷൻസും ആ ടേംസാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇത് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ T എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുക. T is equal to തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. നെക്സ്റ്റ് ഡയമീറ്റർ ഓഫ് റിവറ്റ്സ്. ഡയമീറ്റർ ഓഫ് റിവറ്റ് പറഞ്ഞാൽ സ്മോൾ d എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡയമീറ്റർ ഓഫ് റിവറ്റ്സ് ഡിനോട്ട് ചെയ്യുക. അത് ഡിറ്റർമൈൻ ചെയ്യാനുള്ള റിലേഷനാണ് D equal to 6√T. D equal to 6√T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ തിക്നെസ് ആയിരിക്കും, പ്ലേറ്റിൻ്റെ തിക്നെസ് ആയിട്ട് നിങ്ങൾക്ക് ഗിവൺ ആയിട്ട് തരാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ പ്രൊപ്പോർഷൻസ്, ഈ റിലേഷൻസ് ഉപയോഗിച്ചിട്ട് ഡയമീറ്റർ ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ ആ ഡയമീറ്റർ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫോർമുലയാണ് 6√T. നെക്സ്റ്റ് വണ്ണാണ് ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് റിവറ്റ് ഫ്രം എഡ്ജ് ഓഫ് ദി പ്ലേറ്റ്. അതായത് റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്ലേറ്റിൻ്റെ എഡ്ജ് 5D. ഓക്കെ, മാർജിൻ M is equal to D തന്നെയാണ്. അതായത് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ഡയമീറ്റർ ഓഫ് റിവറ്റ് തന്നെയാണ് മാർജിൻ M ആക്കി എടുക്കൽ. നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് P equal to 3D. അപ്പോൾ നമ്മൾ ആദ്യം തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, ഡയമീറ്റർ D equal to 6√T കണ്ടുപിടിച്ചിട്ട് D കണ്ടുപിടിക്കുക, പിന്നെ മാർജിൻ കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എഡ്ജിൽ നിന്ന് റിവറ്റിക്കുള്ള. നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് P equal to 3D. നെക്സ്റ്റ് ട്രാൻസ്വേഴ്സ് പിച്ച് കാണാനുള്ള ഒരു ഫോർമുലയാണ് PT equal to 0.8P. അതായത് 0.8 ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ചാണ് ട്രാൻസ്വേഴ്സ് പിച്ച്. ചെയിൻ റിവറ്റിങ്ങിൽ, ആ സിഗ്സാഗ് റിവറ്റിങ്ങിൽ വരുമ്പോൾ 0.6P ആയി മാറും. അതായത് 0.6 ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച്. ആ രീതിയിലാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് തിക്നെസ് ഓഫ് ബട്ട് സ്ട്രാപ്പിൽ വരുമ്പോൾ അതിൻ്റെ തിക്നെസ് കോമൺ ആയിട്ട് എടുക്കൽ സിംഗിൾ കവർ പ്ലേറ്റിലാണെങ്കിൽ T1 എന്ന് പറയും. T1 നമ്മൾ എടുക്കുക 1.125T ആയിരിക്കും. ഇനി ഡബിൾ കവർ പ്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ T2 is equal to 0.7 to 0.8T ആയിരിക്കും നമ്മൾ എടുക്കുക. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. അതായത് ഡയമീറ്റർ പറഞ്ഞാൽ 6√T ആണ്. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ്. എല്ലാം MM-ലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അതുമാതിരി സ്മോൾ t is equal to തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. ഇതിൽ നിങ്ങൾക്കൊരു ബോക്സ് കാണാൻ പറ്റും. ഈ ബോക്സിൽ റെക്കമെൻഡഡ് റിവറ്റ് ഡയമീറ്റേഴ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുമ്പോൾ ഈ സ്റ്റാൻഡേർഡിലുള്ള ഡയമീറ്ററുകളാണ് നമ്മൾ യൂഷ്വലി കോമൺ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. അതായത് ഡയമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് റിവറ്റ് ഡയമീറ്റർ 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 27, 30, 33, 36, 39, 42 ആൻഡ് 48. അത് ഈ സ്റ്റാൻഡേർഡ് ഡയമീറ്ററുകളാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമുക്ക് T തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 6√T വെച്ചിട്ട് ഡയമീറ്റർ ഓഫ് റിവറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇപ്പോൾ 7.5 കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് റൗണ്ട് വാല്യൂ ആയിട്ട് 8 എന്നുള്ള ഡയമീറ്ററാണ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡയമീറ്ററുകളാണ് നമ്മൾ എപ്പോഴും റിവറ്റിൻ്റെ ഡയമീറ്ററായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ടൈപ്സ് ഓഫ് റിവറ്റ് ഹെഡ്സ്.
അതായത് ഏതൊക്കെ ടൈപ്പ് ഹെഡുകൾ നമ്മൾ ഈ റിവറ്റിൽ ഉപയോഗിക്കും എന്നുള്ളത്. അതായത് ഫസ്റ്റ് വണ്ണാണ് സ്നാപ്പ് ഹെഡ്, നെക്സ്റ്റ് വൺ പാൻ ഹെഡ്, മഷ്റൂം ഹെഡ്, കൗണ്ടർ സങ്ക് ഹെഡ്, ഫ്ലാറ്റ് കൗണ്ടർ സങ്ക് ഹെഡ് 90 ഡിഗ്രി, ഫ്ലാറ്റ് കൗണ്ടർ സങ്ക് ഹെഡ് 60 ഡിഗ്രി, റൗണ്ട് കൗണ്ടർ സങ്ക് ഹെഡ് 60 ഡിഗ്രി, ഫ്ലാറ്റ് ഹെഡ്. ഈ രീതിയിലുള്ള ഹെഡുകളാണ് നമ്മൾ കോമൺ ആയിട്ട് റിവറ്റിന് വേണ്ടിയിട്ട് റിവറ്റ് ഹെഡായിട്ട് യൂസ് ചെയ്യൽ. അതിൽ നമുക്ക് സ്നാപ്പ് ഹെഡ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡ്രോയിങ് നമുക്ക് വരച്ച് നോക്കാണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കറക്റ്റായിട്ട് റിവറ്റ് ഹെഡ്സ്, അതേമാതിരി റിവറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻസിൽ ആപ്ലിക്കേഷൻസ്, റിവറ്റിൻ്റെ ടൈപ്സ്, ഏതൊക്കെ പ്രോസസ്സ് വെച്ചിട്ടാണ് റിവറ്റ് ജോയിനിങ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ.